ഇതൊരു കാസ്ട്രോൺ ഓയിലാണ്, പക്ഷേ അത് ഗ്രേഡിന് ചെറിയ വ്യത്യാസമുണ്ട്. 10W50 വരേണ്ട സ്ഥാനത്ത് 20W50 ആണ്. സോ രാവിലെ കോൾഡ് സ്റ്റാർട്ടിൽ ചെറുതായിട്ടൊന്ന് വണ്ടി കുറച്ചൊരു ഐഡിലിരുന്ന് നന്നായിരിക്കും എഞ്ചിൻ ഓയിലൊന്ന് പമ്പ് ചെയ്ത് മേൽ വരെ എത്താനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഓയിലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സെക്കൻഡ് മോസ്റ്റ് ഗുഡ് ഓയിൽ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ 300 കഴിഞ്ഞാൽ. പിന്നെ ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 835 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 ലിറ്റർ കിട്ടും ഓയിൽ. 2 ലിറ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1600 ഡ്യൂക്ക് 300 ഓയിൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു 2 ഓയിൽ ചേഞ്ചിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1 ലിറ്ററും കൂടെ മേടിച്ചാൽ പിന്നെ അടുത്ത ഓയിൽ ചേഞ്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓയിൽ ടോട്ടലി വെർത്താണ്. കാരണം ഇതൊരു 5000 കിലോമീറ്റേഴ്സ് വരെ നിങ്ങളുടെ എഞ്ചിൻ്റെ വൈബ്രേഷൻസ് ഒക്കെ നല്ലവണ്ണം കുറയ്ക്കുന്നതായിട്ട് സഹായിക്കുന്നു. 5000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഓയിലിൻ്റെ ആ വിസ്കോസിറ്റി കുറഞ്ഞ് എഞ്ചിൻ റഫ് ആവാൻ തുടങ്ങുന്നു. ഇവർ പറയുന്ന കാസ്ട്രോളുകാർ പറയുന്ന 10,000 കിലോമീറ്റേഴ്സ് വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ വിസ്കോസിറ്റി എന്നാണ്. എന്തായാലും എനിക്കൊരു 5000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ക്യാരക്ടറൊക്കെ മാറി, നോയിസ്